1798 ഏലിയൻ എനിമീസ് ആക്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കുടിയേറ്റ നിയമങ്ങളോ ക്രിമിനൽ നിയമങ്ങളോ പ്രകാരം സംരക്ഷണം ലഭിക്കാൻ സാധ്യതയുള്ള വിദേശികളെ തടങ്കലിൽ വയ്ക്കാനോ നാടുകടത്താനോ ഈ ഒരു നിയമം പ്രസിഡന്റിന് അസാധാരണമായ അധികാരങ്ങൾ നൽകുന്നു. വെനസ്വേലൻ സംഘത്തിന്റെ അധിനിവേശം അമേരിക്ക നേരിടുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച 1798 ഏലിയൻ എനിമീസ് ആക്ട് നടപ്പിലാക്കി. യുദ്ധകാലത്തേക്ക് ഉദ്ദേശിച്ചുള്ള ഈ നിയമം പ്രസിഡന്റിന് വിശാലമായ അധികാരങ്ങൾ നൽകുന്ന ഒന്നാണ്. 250ഓളം വെനസ്വേലൻ ഗുണ്ടാ സംഘാംഗങ്ങളെ ലക്ഷ്യമിട്ട് ഈ നിയമം ഉപയോഗിച്ച് ട്രംപ് നാടുകടത്തി. US ചരിത്രത്തിൽ തന്നെ 3 തവണ മാത്രമാണ് ഈ ആക്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യമായി 1812 യുദ്ധത്തിലും, ശേഷം 1-ാം ലോക മഹായുദ്ധത്തിലും, പിന്നെ 2-ാം ലോക മഹായുദ്ധങ്ങളിലും. ഈ നിയമം കുടിയേറ്റ നിയമങ്ങളോ ക്രിമിനൽ നിയമങ്ങളോ പ്രകാരം സംരക്ഷണം ലഭിക്കുമായിരുന്ന വിദേശികളെ തടങ്കലിൽ വയ്ക്കാനോ നീക്കം ചെയ്യാനോ ഒക്കെ പ്രസിഡന്റിന് അസാധാരണമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് അമേരിക്ക യുദ്ധത്തിലാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 2-ാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് അമേരിക്കൻ സിവിലിയന്മാരെ തടങ്കലിൽ വയ്ക്കുന്നതിനെ ന്യായീകരിക്കാനാണ് ഇത് അവസാനമായി ഉപയോഗിച്ചത്. ഏറ്റവും പുതിയ സംഭവം ഇതാണ്. വെനസ്വേലൻ ഗുണ്ടാ സംഘാംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള നാടുകടത്തൽ ഇത് നിരോധിച്ചുകൊണ്ട് ഒരു ഫെഡറൽ ജഡ്ജിയുടെ താൽക്കാലിക ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും ട്രംപ് ഭരണകൂടം ഇതൊന്നും വകവയ്ക്കാതെ 100 കണക്കിന് കുടിയേറ്റക്കാരെ നാടുകടത്തിയിരിക്കുന്നു. വിധി പുറപ്പെടുവിക്കുമ്പോൾ വിമാനങ്ങൾ ആകാശത്തായിരുന്നു. US ചരിത്രത്തിൽ തന്നെ 3 തവണ മാത്രം ഉപയോഗിച്ചിട്ടുള്ള 1798 ഏലിയൻ എനിമീസ് ആക്ട് നിയമപ്രകാരം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അങ്ങനെ ഫലം കണ്ടില്ല. നാടുകടത്തൽ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് US ഫെഡറൽ ജഡ്ജി ജെയിംസ് ഇ ബോസ്ബർഗ് ശനിയാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള 2 വിമാനങ്ങൾ ഇതിനകം ആകാശത്തായിരുന്നു. ഇത് അഭിഭാഷകർ ജഡ്ജിയുടെ ശ്രദ്ധയിലും പെടുത്തി. ഒന്ന് എൽ സാൽവഡോറിലേക്കും മറ്റൊന്ന് ഹോണ്ടുറാസിലേക്കുമായിരുന്നു. വിമാനങ്ങൾ തിരിച്ചയക്കാൻ ബോസ്ബർഗ് വാമൊഴിയായി ഉത്തരവിട്ടു. അങ്ങനെ പറഞ്ഞുവെങ്കിലും അവ തിരിച്ചയച്ചില്ല. അദ്ദേഹത്തിന്റെ റിട്ടേൺ ഓർഡറിൽ നിർദ്ദേശം ഉൾപ്പെട്ടില്ല എന്നായിരുന്നു ന്യായീകരണം. വെനസ്വേലൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ശത്രുതാപരമായ ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നു എന്ന് ട്രംപ് ആരോപിക്കുന്ന ട്രെൻഡ് ഡി അരാഗുവയാണ് പ്രഖ്യാപനം പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു നടപടിയെ, അതായത് ഭരണകൂടം കോടതി ഉത്തരവുകൾ ലംഘിക്കുകയാണെന്ന സംശയങ്ങൾക്ക് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ മറുപടി നൽകിയിട്ടുണ്ട്. കോടതി ഉത്തരവ് പാലിക്കാൻ ഭരണകൂടം വിസമ്മതിച്ചിട്ടില്ല എന്നും നിയമപരമായ അടിസ്ഥാനമില്ലാത്ത ഈ ഉത്തരവ് US പ്രദേശത്ത് നിന്ന് TDA തീവ്രവാദികളെ നീക്കം ചെയ്യുന്നതിന് ശേഷമാണ് പുറപ്പെടുവിച്ചതെന്നും കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കി. ശനിയാഴ്ച ട്രംപ് തന്റെ പ്രഖ്യാപനത്തിൽ ലക്ഷ്യമിട്ട ട്രെൻഡ് ഡി അരാഗുവ സംഘത്തെയാണ് ഉത്തരവ് നാടുകടത്തിൽ നിന്ന് രക്ഷിക്കാത്തത്. ബോസ്ബർഗിന്റെ വിധിക്കെതിരെ നീതിന്യായ വകുപ്പ് ഞായറാഴ്ച കോടതിയിൽ അപ്പീൽ നൽകി. ബോസ്ബർഗിന്റെ തീരുമാനം റദ്ദാക്കിയില്ല എങ്കിൽ കൂടുതൽ ആളുകളെ നാടുകടത്താനുള്ള നടപടി ഇനി ഉണ്ടാകില്ലെന്ന് അത് വ്യക്തമാക്കി. ഇനി ട്രംപിന്റെ സഖ്യകക്ഷികൾ ഈ ഫലത്തിൽ ശരിക്കും ആവേശഭരിതരാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാൽവഡോറിലെ ജയിലുകളിൽ $6 മില്യൺ ചെലവിൽ ഏകദേശം 300 കുടിയേറ്റക്കാരെ ഒരു വർഷത്തേക്ക് പാർപ്പിക്കാൻ സമ്മതിച്ച സാൽവഡോർ പ്രസിഡന്റ് നൈബ് ബുക്കെലെ ബോസ്ബർഗിന്റെ വിധി വൈകിപ്പോയെന്ന് എക്സിൽ കുറിച്ചു. വൈറ്റ് ഹൗസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ച്വങ് ആ പോസ്റ്റ് റീസർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ബുക്കെലെയുമായി നേരത്തെ തന്നെ കരാർ ചർച്ച ചെയ്ത സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ട്രെൻഡ് ഡി അരാഗുവയിലെ 250-ലധികം അംഗങ്ങളെ എൽ സാൽവഡോറിലേക്ക് അയച്ചു എന്നും ന്യായമായ റേറ്റ് ആയതുകൊണ്ട് തന്നെ അത് നികുതിദായകരുടെ ഡോളറുകളും ലാഭിച്ചു എന്നും എക്സിൽ കുറിച്ചു. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നാടുകടത്തപ്പെട്ട ഈ കുടിയേറ്റക്കാരെ ട്രംപ് ഭരണകൂടം ആരൊക്കെ എന്തൊക്കെ എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ വാസ്തവത്തിൽ ട്രെൻഡ് ഡി അരാഗുവയിലെ അംഗങ്ങളാണോ, ഇവർ അമേരിക്കയിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല, അല്ലെങ്കിൽ തെളിവുകൾ നൽകിയിട്ടില്ല. എന്തായാലും സഖ്യകക്ഷികളുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രംപ് തന്റെ കുടിയേറ്റ നടപടികൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഈ ഒരു സംഭവം നൽകുന്നത്. കൂടാതെ ഫെഡറൽ ജഡ്ജിയുടെ വിലക്ക് വകവയ്ക്കാതെയുള്ള നടപടി വരാനിരിക്കുന്ന നിയമപരമായ വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നതാണ്.